ബിഗ് ബോസ് മലയാളം സീസൺ 6മായി ബന്ധപ്പെട്ട് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് കൊടുത്തത് വട്ടപ്പേര് പറയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെയുള്ള മത്സരാർത്ഥികളുടെ സ്വഭാവമൊക്കെ അനുസരിച്ച് ഒരു പേരിടാം. അപ്പോൾ നമ്മുടെ സിജോ വന്നിട്ട് കരച്ചിൽ റാണി എന്നുള്ള പേരാണ് നോറയ്ക്ക് നൽകിയത്. അതിനുശേഷം നോറയുടെ അവിടുത്തെ ഗെയിമിനെ എക്സ്പോസ് ചെയ്യുന്നൊരു ഗെയിമാണ് ഇന്ന് സിജോ അവിടെ കളിച്ചത്. അതായത് റോക്കി സിജോയും തമ്മിൽ അടിയുണ്ടാക്കിയത്, ശരണ്യയും അതുപോലെ തന്നെ മുടിയനും തമ്മിൽ അടിയുണ്ടാക്കിയത്, അങ്ങനെ നോറ അവിടെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും വളരെ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഇന്ന് സിജോ സംസാരിക്കുകയുണ്ടായി. ഞാനിവിടെ 16ാമത്തെ ദിവസം വരെ നിന്നയാളാണ്. ഞാൻ പോകുന്നതിന് മുമ്പ് അർജുൻ്റെ അടുത്തും മുടിയൻ്റെ അടുത്തും ഒക്കെ ഞാൻ പറഞ്ഞൊരു കാര്യം നോറയെ സൂക്ഷിക്കണം എന്നായിരുന്നു. ആ മൊബൈൽ റീചാർജിങ് ടാസ്കിൽ നെസ്റ്റും ഡെന്നും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ നോറയുടെ കളികളെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് ഇന്ന് സിജോ പറഞ്ഞു കളഞ്ഞു കേട്ടോ. അതായത് സത്യത്തിൽ സിജോ അന്യായ ഗെയിമാണ് ഇന്ന് അവിടെ കളിച്ചത്. അതായത് അന്ന് നടന്ന അർജുൻ, ഋഷി, ശരണ്യ വഴക്കിനകത്ത് നോറ ആ റൂമിൽ പോയിട്ട് ഒറ്റ വേടേ പറഞ്ഞുള്ളൂ, അവരുടെ ടീം വർക്കിൽ നീ വീണുപോയി എന്നൊറ്റ വേടേ പറഞ്ഞുള്ളൂ. അവരെന്ന് പറയുമ്പോൾ അത് നോറ ഉൾപ്പെടുന്ന ടീമിനെ കുറിച്ചാണ് നോറ പോയി പറഞ്ഞതെന്ന് വളരെ കൃത്യമായി പറഞ്ഞു. എൻ്റെ പൊന്ന് സിജോ അടിപൊളിയായിട്ട് അത് പൊളിച്ചടുക്കി കൊടുത്തു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. സിജു അത് കളിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നോറയുടെ ആ ഒരു ഗെയിം അവിടെ റിവീൽ ചെയ്യപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഇന്ന് എല്ലാവരുടെയും മുന്നിൽ ആ നോറ കളിച്ച കളി പൊളിഞ്ഞു എന്ന് തന്നെ പറയാം. ഇത് മാത്രമല്ല, അപ്പോൾ അതിന് ഈ നോറയുടെ മറുപടി, അതായത് മുടിയൻ പറയുന്നുണ്ട് അർജുൻ വന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ അർജുനെ കൊണ്ട് തോറ്റു എന്നാണ് മറുപടിയായിട്ട് നോറ പറയുന്നത്. സിജോ ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അന്ന് നടന്നത് എന്താണോ അത്. അപ്പോൾ എന്നിട്ട് സിജോ പറയുന്നുണ്ട് അതിൻ്റെ പേരിലാണ് അന്ന് അർജുനും മുടിയനും തമ്മിൽ പിണങ്ങിയത്, അതുപോലെ തന്നെ ശരണ്യയും മുടിയനും തമ്മിൽ പിണങ്ങുന്നത്. ഒറ്റ സെൻറ്റൻസിൽ 3 ആൾക്കാർക്കിടയിൽ നോറ അടി ഉണ്ടാക്കിയെന്നും ഇന്ന് രാവിലെ സിജോ പറഞ്ഞു. അതുപോലെ തന്നെ അന്ന് റോക്കിയും സിജോയും തമ്മിൽ ഉണ്ടായ വഴക്ക്, ആ ഫസ്റ്റ് ഡേയിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങളെ വളച്ചൊടിച്ച് ഈ പറയുന്നൊരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ നോറയ്ക്കൊരു വലിയ പങ്കുണ്ടായിരുന്നു. അതായത് സിജോയ്ക്ക് എതിരായിട്ട് റോക്കിയുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു തീപ്പൊരി ഇട്ട് കൊടുത്ത, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സാധനം ഇട്ട് കൊടുത്ത, എന്തൊക്കെ പറഞ്ഞാലും നോറയ്ക്കൊരു വലിയ പങ്കുണ്ട്. ആ റോക്കി ആണെങ്കിൽ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും നോറയുടെ ആ ഒരു ഗെയിമിനെ ഇന്ന് രാവിലത്തെ ടാസ്കിൽ സിജോ എക്സ്പോസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്.